ഐക്യദാർഢ്യത്തിന്റെയും അനുകമ്പയുടെയും മാതൃകയായി വീണ്ടും കേരളം. തടവിലാക്കപ്പെട്ട കോഴിക്കോട്ടുകാരന് ജീവൻ നൽകാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 44-കാരനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ബ്ലഡ് മണി ആയിട്ട് 34 കോടി രൂപയാണ് കേരളം സമാഹരിച്ചത്. 2006 സൗദി ബാലനെ കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷമായി ഗൾഫിൽ ജയിലിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഹീം. റഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ച പണം ഇന്ത്യൻ എംബസി മുഖേന സൗദി അറേബ്യയിലുള്ള ഇരയുടെ കുടുംബത്തിന് കൈമാറും. എന്താണ് ഈ ബ്ലഡ് മണി? ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയ അല്ലെങ്കിൽ ബ്ലഡ് വിറ്റ് എന്നറിയപ്പെടുന്നത് ഒരുതരം നഷ്ടപരിഹാരമാണ്. ഒരു കുറ്റവാളി, സാധാരണയായി ഒരു കൊലപാതകി അല്ലെങ്കിൽ അവരുടെ കുടുംബം, ഇരയുടെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ നൽകുന്ന ഒരു തുകയാണ് ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം നിയമ സംവിധാനങ്ങളിലും വധശിക്ഷ ഒത്തുതീർപ്പാക്കാൻ സാധ്യമല്ല. എന്നാൽ ഇരയുടെ ബന്ധുക്കളോ കുടുംബമോ കൊലയാളിയോട് ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ വധശിക്ഷ ഒത്തുതീർപ്പാക്കാം. അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി ഒരു കുറ്റവാളിയുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്ലാമിക അധികാര പരിധിയിൽ ചില അവസരങ്ങളുണ്ട്. ഈ സംവിധാനമാണ് ബ്ലഡ് മണി. ഈ തുക കുറ്റവാളിക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഇരയുടെ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം നൽകുന്നു. അതായത് ഒരു വൈരാഗ്യത്തിന്റെ രൂപത്തിൽ ശത്രുത തുടരുന്നത് തടയാൻ ബ്ലഡ് മണി സഹായിക്കുന്നു. മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് മാത്രമേ ബ്ലഡ് മണി ബാധകമാകൂ. അതുപോലെ ബ്ലഡ് മണി പൂർണ്ണമായും ഇരയുടെ സ്വകാര്യ അവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അല്ലാതെ പരമാധികാരിയുടേതല്ല. ഇറാൻ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുടെ നിയമവ്യവസ്ഥയിൽ ബ്ലഡ് മണിക്ക് പ്രത്യേക ഒരു പങ്കുണ്ട്. ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ ഇരയുടെ അവകാശികൾക്ക് കൊലപാതകിയെ വധിക്കുന്നതിന് പകരം ബ്ലഡ് മണി ഈടാക്കി കൃത്യം തീർപ്പാക്കാൻ അവകാശമുണ്ട്. പാകിസ്ഥാനിലും സൗദി അറേബ്യയിലും തുക നിശ്ചയിക്കുന്നത് ജഡ്ജിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കുറ്റവാളിയെ പ്രതിനിധീകരിച്ച് ഇരയുടെ കുടുംബവുമായോ അവകാശികളുമായോ സർക്കാരാണ് തുക ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇറാനിൽ ഇരയുടെ കുടുംബമോ അവകാശികളുമായോ കുറ്റവാളിയുമായി നേരിട്ട് ചർച്ച നടത്തുന്നു. ഇറാനിലും പാകിസ്ഥാനിലും ബ്ലഡ് മണി അഥവാ ദിയ മുസ്ലിങ്ങൾക്കും മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കും ഒരുപോലെയാണ്. എന്നാൽ സൗദി അറേബ്യയിൽ ഇരയുടെ മതത്തെ ആശ്രയിച്ച് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. 2006 ഡ്രൈവിംഗ് വിസയിൽ സൗദി അറേബ്യയിലെത്തിയ റഹീം തന്റെ സ്പോൺസറുടെ 15 വയസ്സുള്ള പക്ഷാഘാതം ബാധിച്ച മകൻ ഫായിസിന്റെ കെയർടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു. ഡിസംബർ 24-ന് ഫായിസിനെ കാറിൽ പിൻസീറ്റിലിരുത്തി സവാരിക്ക് കൊണ്ടുപോകുന്നതിനിടെ ഫായിസിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം അബദ്ധത്തിൽ ഓഫ് ആവുകയും ബോധം നഷ്ടപ്പെട്ട ഫായിസ് പിന്നീട് മരിക്കുകയുമായിരുന്നു. തുടർന്ന് റഹീമിനെതിരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. റിയാദ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. റഹീം സൗദി അറേബ്യയിലെത്തി 28 ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അന്നു മുതൽ ജയിലിൽ കഴിയുകയാണ് റഹീം.